ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വണ്ണുകാർക്ക് ഓണം എക്സാമിനേഷനൊക്കെ ഇങ്ങ് അടുത്തെത്താറായിരിക്കുകയാണ്. സോ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അല്ലേ, ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുൻവർഷ ചോദ്യങ്ങളിൽ ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ അഡീഷണൽ ടെക്സ്റ്റ് പഠിക്കാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിനകത്തൊരു എസ്സേ ചോദ്യമുണ്ട്. അതായത് നമ്മുടെ മനുഷ്യൻ ഏതൊക്കെ സ്റ്റേജിലൂടെ ഡെവലപ്പ് ചെയ്താണ് ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊരു എസ്സേ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ പഠിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, പ്രിമേറ്റ്സ്, ഓസ്ട്രലോപിറ്റക്കസ്, ഹോമിനോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് വെച്ച് നിങ്ങൾ പഠിച്ചില്ലേ. അത് ആ ഒരു എസ്സേ ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. പിന്നെ അത് എസ്സേക്ക് ചോദിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ആ സെക്ഷനിലൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഹോമിനിഡ്സും തമ്മിലുള്ള കമ്പാരിസൺ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഓസ്ട്രലോപിറ്റക്കസും ഹോമോയും തമ്മിലുള്ള കമ്പാരിസൺ ആവാം. അപ്പോൾ നമ്മളെ ചാനൽ ഓൾറെഡി ആ ഒരു വീഡിയോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ വാച്ച് ചെയ്താൽ തന്നെ അത് സൂപ്പറായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റുന്നതാണ്. സോ ആ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് 1 മാർക്ക് മുതൽ 8 മാർക്ക് വരെ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എസ്സേ ടൈപ്പ് കൂടിയാണ്. സോ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ അടുത്ത് വരുന്ന ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് റേഞ്ചിലൊക്കെ ചോദിക്കാം. നമ്മുടെ മനുഷ്യൻ ഉത്ഭവിച്ച സ്ഥലത്തെ പറ്റി റിഗാർഡ് ചെയ്ത് വരുന്ന 2 തിയറികളെ പറ്റിയിട്ട്, റിപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും അല്ലേ, ആ 2 തിയറികളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു 2 തിയറീസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ അടുത്ത ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 1 വേർഡ് പോലെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് 4 ways ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. മനുഷ്യൻ ആദ്യകാലത്ത് എങ്ങനെയൊക്കെയാണ് ഭക്ഷണം തേടിയിരുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെയൊക്കെയായിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ളത് ഒരു 4 പോയിന്റും കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ 3 ചോദ്യമാണ് നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജോഗ്രഫി ഓഫ് മെസപ്പൊട്ടേമിയ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. 4 മാർക്കിന് ജോഗ്രഫി ഓഫ് മെസപ്പൊട്ടേമിയ എന്താണ് പറയുക, എല്ലാ ചോദ്യ പേപ്പറിലും ഫൈനൽ എക്സാം ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫി ഓഫ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. മെസപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രം അതാണ് മലയാളത്തിൽ. ഇനി അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് അവിടെ എസ്സേ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഓണം എക്സാമിനൊക്കെ പലപ്പോഴും ചോദിക്കുന്ന എസ്സേ ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ വരുന്ന ഒരു ഭാഗമാണ് റൈറ്റിംഗ് എങ്ങനെയാണ് മെസപ്പൊട്ടേമിയയിൽ ഡെവലപ്പായി വന്നതെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അവിടെ അഥവാ എസ്സേക്ക് ചോദിച്ചില്ല, ആ ഒരു ടോപ്പിക്ക് എസ്സേ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് ക്യൂണിഫോം എന്ന് പറയുന്നത്. ക്യൂണിഫോം ലിപി അല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഈ ക്യൂണിഫോം ലിപി എന്താ പറയുക, എപ്പോഴും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ എസ്സേ വന്നില്ലെങ്കിൽ ഈ ക്യൂണിഫോമെങ്കിലും ഉറപ്പായിട്ട് അവർ ചോദിക്കും. അപ്പോൾ എന്തായാലും ആ ഭാഗം മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മെസപ്പൊട്ടേമിയ ചാപ്റ്ററിൽ നിന്ന് തന്നെ മാരി അല്ലേ, മാരി എന്ന് പറയുമ്പോൾ എന്താ, മെസപ്പൊട്ടേമിയ ക്കാരുടെ രാജകീയ തലസ്ഥാനമാണ്, റോയൽ ക്യാപിറ്റലാണ് മാരി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മാരിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് 6 മാർക്ക് റേഞ്ചിലൊക്കെ ചോദിക്കാറുണ്ട്. സോ മാരി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ വരുന്നതാണ് ലെഗസി ഓഫ് മെസപ്പൊട്ടേമിയ. ഇതൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളെ പറ്റിയിട്ട് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന ഒരു ചോദ്യമാണ്. ഇത് നല്ല എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ കലണ്ടർ, പിന്നെന്താണ് ടൈം റെക്കോർഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. സോ ആ ലെഗസി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ആ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് 3ാമത്തെ ചാപ്റ്റർ കൂടി ഓണം എക്സാമിന് ഉണ്ടാവുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ സിലബസോ അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. എന്തായാലും 3ാമത്തെ ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ചോദ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പ്രിൻസിപ്പേറ്റ്. ഇതൊരു 2 മാർക്ക് റേഞ്ചിൽ പഠിച്ചു വെച്ചാൽ മതി. പ്രിൻസിപ്പേറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ 3rd സെഞ്ച്വറി ക്രൈസിസ്, ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം 3ാമത്തെ ചാപ്റ്റർ എക്സാമിന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് 3ാം നൂറ്റാണ്ടിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് 3rd സെഞ്ച്വറി ക്രൈസിസ്, മറന്നു പോകരുത് കേട്ടോ. പിന്നെ എവിടെ ഒരു എസ്സേ ചോദ്യം കിടപ്പുണ്ടേ, അതായത് നമ്മുടെ റോമക്കാരുടെ എന്താ പറയുക, റോമൻ സിവിലൈസേഷനെ പറ്റിയിട്ടല്ലേ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലോ. അവിടെ തന്നെ നിങ്ങൾക്കൊരു ടോപ്പിക് കാണാൻ പറ്റും, എക്കണോമിക് എക്സ്പാൻഷൻ. റോമാക്കാരുടെ ആ ഒരു സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് അവർ വ്യാപിച്ചു വന്നതെന്നും. പിന്നെ വേറൊരു ടോപ്പിക്കാണ് ജെൻഡർ ലിറ്ററസി ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്സ്
ടോപ്പിക്സും ഒക്കെ റിലേറ്റ് ചെയ്ത് ഇത് രണ്ട് ടോപ്പിക്സ് ആയിട്ടൊക്കെ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാവുക. ഇതെല്ലാം കൂടി ചേർത്ത് റോമൻ സിവിലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് essay ചോദിക്കാറുണ്ട് 8 മാർക്കിന്. ഇനി എവിടെയും ഞാൻ പറയുന്നു essay ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് അവർക്ക് ഷോർട്ട് essay ചോദ്യങ്ങളായിട്ടും അവർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ മിസ് ഔട്ട് ആകാതെ തന്നെ പഠിച്ചു പോവുക. പിന്നെ സോഷ്യൽ ഹൈറാർക്കി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, സോഷ്യൽ ഹൈറാർക്കീസിനെ പറ്റിയിട്ട് നല്ല എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ലേറ്റ് ആൻറ്റിക്വിറ്റി ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. നമ്മൾ മാരിയൊക്കെ പറഞ്ഞ പോലെ ലേറ്റ് ആൻറ്റിക്വിറ്റി ഒരു 6 മാർക്ക് റേഞ്ചിൽ ചോദിക്കാറുണ്ട്. സോ ലാറ്റ് ആൻറ്റിക്വിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നതാണ് ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞ പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഹിസ്റ്ററിയിൽ എന്താണ് പറയുക മെയിനായിട്ട് ഈ ഫസ്റ്റ് 3 ചാപ്റ്റർ എക്സാമിന് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ 3 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും എന്താ പറയുക ഈ ചോദ്യങ്ങൾ ഇത്രയും ഉറപ്പായിട്ടും ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, ഇത് ഇത്രയും പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. പിന്നെ ഈ essay എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് essay ആയിട്ട് ചോദിക്കാം എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അല്ല, essay ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ട് essay ലെവലിൽ ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് ആ ടോപ്പിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടതാണ്. പിന്നെ എന്താ പറയുക ഫുൾ ചാപ്റ്ററൊക്കെ നിങ്ങൾ എത്രത്തോളം നോക്കാൻ പറ്റുമോ വായിക്കാൻ പറ്റുമോ അത്രയും വായിച്ചിട്ട് തന്നെ പോവുക. കാരണം അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവേണ്ട ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങളും എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കൂടി നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഓണം എക്സാമിന് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ 4th ചാപ്റ്ററോ 5th ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ട് എന്നാണ് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ആണുള്ളതെന്ന് ഞാൻ കേട്ടത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണം എക്സാമിന് വേണ്ടി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിച്ചെങ്കിൽ ഞാൻ ആ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഉറപ്പായിട്ട് ചെയ്യാം. സോ എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് ഇനി പഠിച്ചു തുടങ്ങി. ഇനി കൃത്യമായിട്ട് ഓണം എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് നമ്മൾ വേറെ വിഷയങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ അറിയിക്കുക. താങ്ക് യു.